ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വർഷവും പ്രത്യേകതയുമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം തന്നിട്ട് ഈ വർഷം ഗ്ലാസ് വർഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒട്ടക വർഷം എന്ന് പറയുന്നതൊക്കെ PSC ചോദിച്ചതാണ്. ഒരു മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ അത് പഠിക്കാനുള്ളൂ. അത് പെട്ടെന്നൊന്നും നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ 2022 ഗ്ലാസ് വർഷമാണ്. 2022 സുസ്ഥിര പർവ്വത വികസന വർഷവും കൂടിയാണ്. 2023 മില്ലറ്റ് വർഷം അഥവാ ചെറുധാന്യ വർഷമാണ്. 2024 ഒട്ടക വർഷമാണ്. 2025 ഹിമാനി വർഷം. 2025 സഹകരണ വർഷം കൂടിയാണ്. 2026 വനിതാ കർഷകരുടെ വർഷം കൂടിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ്സിലെ കുറച്ച് കോഡുകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. 2022 ഗ്ലാസ് വർഷമാണ് അല്ലെ. ഗ്ലാസ് രണ്ടക്ഷരമാണുള്ളത് ഗ്ലാസ്സിന് അല്ലെ. ഗ്ലാസ് രണ്ടക്ഷരം. അപ്പൊ 2022 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സുസ്ഥിര പർവ്വത വികസന വർഷം എന്ന് പറയുന്നത് 2022 തന്നെയാണ്. സുസ്ഥിര പർവ്വത വികസന വർഷം. അപ്പൊ ഈ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് നോർമലി ചെറുപ്പത്തിന്റെ ചിത്രം വരയ്ക്കുക? രണ്ട് കുന്ന് വരയ്ക്കും, എന്നിട്ട് നടുക്കേ കൂടെ ഒരു സൂര്യനെയും വരയ്ക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണുള്ളത്? രണ്ട് പർവ്വതമാണുള്ളത്. രണ്ട് പർവ്വതം, രണ്ട് കുന്ന്. അപ്പൊ ആ രണ്ടുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2022 ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷമാണ്. ചെറുധാന്യ വർഷം. അപ്പൊ ഈ മില്ലറ്റ് ആണ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മില്ലത്തിന് 3 അക്ഷരമാണുള്ളത് അല്ലെ. മില്ലറ്റ് അല്ലെങ്കിൽ മാവുമായിട്ട് കണക്ട് ചെയ്യാം. മാ 3 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അല്ലെങ്കിൽ എന്താണ് ചെറുധാന്യ വർഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ധാന്യം എടുക്കാം അല്ലെ. ധാന്യുള്ളത് തിരിച്ചിട്ട 3 എടുക്കാലോ 3. അപ്പൊ ധാന്യ വർഷം എന്താണ്? 3, 2023. നെക്സ്റ്റ് ഒട്ടക വർഷമാണ് 2024. ഒട്ടകത്തിനൊക്കെ 4 കാലാണുള്ളത് അല്ലെ. 4 കാല്. അപ്പൊ 4 എന്നുള്ള രീതിയിൽ 2024 കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഹിമാനികളാണ്. ഹിമാനി വർഷം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കോഡിന് വേണ്ടിയിട്ടാണ് ഹിമാനികൾ എന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2025 കണക്ട് ചെയ്യാം. ഹിമാനികൾ എന്ന് പറയുമ്പോൾ എത്ര അക്ഷരമാണുള്ളത്? ഹി, മാ, നി, ഗ, ൾ. 5 അക്ഷരം. അപ്പൊ 5 ഞാൻ 5 എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് 2025. ഓക്കെ, ഇതല്ല എങ്കിൽ നമുക്ക് ഹിമയുടെ ഫ്രണ്ടാണ് 5 എന്നുള്ള രീതിയിൽ നമുക്ക് 5 കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ കണക്ട് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് സഹകരണ വർഷമാണ്. സഹകരണ വർഷം അതും വളരെ എളുപ്പത്തിൽ ആലോചിക്കാം. സഹകരണം എന്നുള്ളത് നിങ്ങളൊന്ന് അക്ഷരം എണ്ണി നോക്കി. സ, ഹ, ക, ര, ണം. 5 അക്ഷരമാണുള്ളത്. അപ്പൊ 5 കണക്ട് ചെയ്യാം. 2025 സഹകരണ വർഷം. നെക്സ്റ്റ് 2026 എന്ന് പറയുന്നത് വനിതാ കർഷകരുടെ വർഷമാണ്. വനിതാ കർഷകരുടെ വർഷം. അതെങ്ങനെ ആലോചിക്കാൻ പറ്റും? വനിതകളൊക്കെ ആറിലൊക്കെ പോയിട്ടാണ് കുളിക്കുകയും അതുപോലെ നനക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ വനിത എന്ന് പറയുമ്പോൾ വനിതാ കർഷകരാണ്. വനിതാ കർഷകരാണ്. അപ്പൊ വനിതാ കർഷകരാകുമ്പോൾ ആറിലൊക്കെയാണ് അതിന് വെള്ളമൊക്കെ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് 6 കണക്ട് ചെയ്യാം. 6 പുഴയായിട്ടാണ് കേട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത്. പുഴ, 6 പുഴ. അപ്പൊ വനിതാ കർഷകരുടെ വർഷം എന്ന് പറയുന്നത് ഞാൻ 6 കണക്ട് ചെയ്തിട്ടുള്ളത് 2026. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാൻ കൃത്യമായിട്ട് കേൾക്കുക കേട്ടോ. 2022 എന്ന് പറയുന്നത് ഗ്ലാസ് വർഷമാണ്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് രണ്ടക്ഷരമാണ്. 2 കണക്ട് ചെയ്യാം. 2022. നെക്സ്റ്റ് സുസ്ഥിര പർവ്വത വികസന വർഷം എന്ന് പറയുന്നത് 2022 നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ 2 പർവ്വതവും നടുക്കൊരു സൂര്യനൊക്കെ ആയിട്ടാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് 2022 അല്ലെ. 2 കുന്നുകൾ, 2 പർവ്വതം എന്നുള്ള രീതിയിൽ 2022 കണക്ട് ചെയ്യാം. നെക്സ്റ്റ് മില്ലറ്റ് വർഷം എന്ന് പറയുന്നത് മില്ലറ്റ് 3 അക്ഷരമുണ്ട്. മാ 3. ചെറുധാന്യ വർഷം ദാ എന്നുള്ളത് 3 അല്ലെ. 3 നമുക്ക് എടുക്കാം അല്ലെ. അപ്പോൾ എന്താണ് 2023 മില്ലറ്റ് വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം. നെക്സ്റ്റ് ഒട്ടക വർഷമാണ്. ഒട്ടക വർഷം എന്ന് പറയുമ്പോൾ എന്താണ് 4 കാലുള്ള ഒട്ടകമാണ് അല്ലെ. ഒട്ടകത്തിന് 4 കാലാണുള്ളത്. 2024 കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഹിമാനികളാണ്. ഹിമാനികൾ 5 അക്ഷരമാണ് വരുന്നത് അല്ലെ. 5, 2025. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്? ഹിമയുടെ ഫ്രണ്ട് ആണ് 5 എന്നുള്ള രീതിയിൽ നമുക്ക് 2025 കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 2025 എന്ത് വർഷമാണ്? ഹിമാനിയുമായി ബന്ധപ്പെട്ട വർഷമാണ് ഹിമാനികൾ. നെക്സ്റ്റ് സഹകരണ വർഷം എന്ന് പറയുന്നത് 2025.
സഹകരണം അല്ലെ, 5 അക്ഷരമാണുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് 2025 കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 2026 എന്ന് പറയുന്നത് വനിതാ കർഷകരുടെ വർഷമാണ്. വനിതാ കർഷകർ കർഷക ആവശ്യത്തിന് വേണ്ടിയിട്ട് വനിതകളൊക്കെ വെള്ളമൊക്കെ എടുക്കുന്നത് പുഴയിലാണ്, ആറിലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഇത്ര സാധനം എത്രയാണ്, 4, 5, 6, 7 സാധനങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.